വിനോദസഞ്ചാരത്തിനും ജലഗതാഗതത്തിനും പുത്തൻ ഉണർവേകി വർക്കല ചിലക്കൂർ തുരങ്കം തുറന്നു. ആക്കുളം ചേറ്റുവ ജലപാതയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ടണൽ തുറന്നത്. കേരള ചരിത്രവും ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതവും വ്യക്തമാക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ടണലിൽ പ്രദർശിപ്പിച്ചു. മണ്ണുമൂടിക്കിടന്ന പഴയ ചരിത്രത്തിലേക്കാണ് ഈ യാത്ര. 1.5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള നിർമ്മാണ വിസ്മയം. രാജഭരണകാലത്താണ് വർക്കലക്കുന്നിൽ പാറക്കെട്ടുകൾ തുരന്ന് 350 മീറ്ററിൽ ചിലക്കൂർ തുരങ്കം നിർമ്മിച്ചത്. ജലപാതയിലൂടെ ചരക്ക് നീക്കം നിലച്ചതോടെ തുരങ്കം അടഞ്ഞു. വർഷങ്ങൾ നീണ്ട ശ്രമത്തിന്റെ ഫലമായിട്ടാണ് പഴയ ചരിത്രത്തെ വീണ്ടെടുത്തത്. ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം, അല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം, ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പഴയകാല അനുഭവം നമുക്ക് പുനർജീവിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതെല്ലാം കൊണ്ടും ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. സർക്കാരിന്റെ സ്വപ്നമായ കോവളം ബേക്കൽ ജലപാതയിലെ വലിയ കടമ്പയായിരുന്നു വർക്കല ശിവഗിരി മഠത്തിലെയും ചിലക്കൂറിലെയും തുരങ്കങ്ങൾ. അതിലൊന്നാണ് യാഥാർത്ഥ്യമായത്. ചിലക്കൂർ ടണലിനുള്ളിലേക്ക് യാത്ര ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു. ആക്കുളം ചേറ്റുവ ജലപാത 1ാം ഘട്ട പൂർത്തീകരണം, ചിലക്കൂർ വിനോദസഞ്ചാര പദ്ധതി, ഇൻലൻഡ് നാവിഗേഷൻ പൂർത്തിയാക്കിയ വിവിധ പദ്ധതികൾ എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കപ്പെട്ടു. കേരളത്തിന്റെ പാരമ്പര്യവും ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളും ഉൾക്കൊള്ളുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയാണ് ചിലക്കൂർ ടണലിലെ പ്രധാന ആകർഷണം. സോളാർ ബോട്ടുകളിലാണ് ജലപാതയിലൂടെയുള്ള സഞ്ചാരം. രാജ്യത്ത് തന്നെ തുരങ്കമുള്ള ജലപാത വർക്കലയിൽ മാത്രമായിരിക്കും. ചിലക്കൂർ തുരങ്കം മാത്രമാണ് ഇപ്പോൾ തുറന്നത്. തൊട്ടടുത്ത് ഇനി വർക്കല ശിവഗിരി മഠത്തിനോട് ചേർന്നുള്ള തുരങ്കമുണ്ട്. അതും ഇതുപോലെ പ്രവർത്തനക്ഷമമാക്കണം. ദേശീയ ജലപാത വികസനം പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ അങ്ങനെ കടമ്പകൾ ഏറെയുണ്ട്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.